മോർണിംഗ് എല്ലാവർക്കും ഉപ്പുമാങ്ങ ഭരണി വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്ന് സാമ്പാർ വെക്കാനാണ് കേട്ടോ. ദോശയാണ് ഉണ്ടാക്കണേ. അപ്പോൾ ദോശയ്ക്ക് സാമ്പാർ. അപ്പം ഞാനിതിന് ഒരു കപ്പ് ഇത് പുളി വെള്ളത്തിലിട്ടാണ്. ഇതിനൊരു കപ്പ് ഇങ്ങനത്തെ തന്നെ വേറെ കപ്പിന് ഒരു കപ്പ് പരിപ്പാണ് ഞാൻ ഇതിലിട്ടിരിക്കണത്. പിന്നെ ഞാനിത് ഇത്തിരി കൊതുകുണ്ടോ, പിന്നെ ഇത്തിരി മത്തങ്ങ ഒരു കഷ്ണം, തക്കാളി ഒരെണ്ണം, പിന്നെ കുറച്ച് ചെറിയ ഉള്ളി, ഇത്രയപ്പോൾ ഞാൻ ഇടുന്നുള്ളൂ കേട്ടോ. ഇനി വെണ്ടയ്ക്ക മാത്രമേ ഇടാനുള്ളൂ ഇതിൽ. ബാക്കി ഞാൻ വേറെ ഒന്നും ഇടുന്നില്ല, ഉരുളക്കിഴങ്ങൊന്നും ഇടുന്നില്ല. ചിലപ്പോൾ ഇടാറുണ്ട്. ഇന്നിപ്പോൾ ഇങ്ങനെയാണ് വെക്കുന്നത് കേട്ടോ. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്തിരി പൊടികളിടാം. അപ്പോൾ ഞാൻ ഒരു സ്പൂൺ സാമ്പാർ പൊടി, ഇത് ഞാൻ തന്നെ പൊടിച്ചതാണ് കേട്ടോ. ആദ്യം തന്നെ ഇട്ട് വയ്ക്കുന്നുണ്ട്. ലാസ്റ്റ് കുറച്ചും കൂടി ഇടാം നമുക്ക്. പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇതായി 1/4 ടീസ്പൂൺ ഉണ്ടാവും. ഇത്തിരി മുളക് പൊടി പെടുന്നില്ല, അല്ലെങ്കിൽ ഇട്ടേക്കാം. ഇത്ര മുളക് പൊടി ഇട്ടു കുറച്ച്. അപ്പോൾ ഇത്രയും ഇട്ടിട്ട് നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് 4 സ്റ്റീം വരുന്നവരെ ഗാസ്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. 4 സ്റ്റീം വരുന്നവരെ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വെണ്ടയ്ക്ക ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളൂ കേട്ടോ. ഇത് പിന്നിടാം. വെണ്ടയ്ക്ക ഇട്ടിട്ടുണ്ടെങ്കിൽ കൊഴുത്തു പോവും, അല്ലാതെ വെന്ത് പോകും. അതുകൊണ്ട് വെണ്ടയ്ക്ക മാത്രം ലാസ്റ്റ് ഇടാം നമുക്ക്. പിന്നെ ഞാനിതിൽ നിന്ന് ഗ്യാസ് ഒന്ന് കത്തിക്കട്ടെ കേട്ടോ. ഗ്യാസ് കത്തിച്ചു. ഇനി നമ്മൾ ഒരു സ്റ്റീം വന്നു കഴിഞ്ഞാൽ നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ഇടാം. അപ്പോൾ ഞാൻ ഇത് സ്റ്റീമൊക്കെ പോയി, 4 സ്റ്റീം വന്നു. സ്റ്റീം പോയി. ഞാൻ തുറക്കാൻ പോവാം കേട്ടോ. ഇത് വെന്തോ നോക്കാം. വെന്തിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. പരിപ്പൊക്കെ നന്നായി വെന്തുതാ. ഒരുപാട് ഉടയ്ക്കുന്നത് എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് പിന്നെ ഞാനിതേ പുളിവെള്ളവും ഉപ്പുമാണ് ഇത്. ആവശ്യത്തിനുള്ള ഉപ്പും ആവശ്യത്തിനുള്ള പുളിയുടെ വെള്ളവും ഒഴിച്ചു. ഇനി നമ്മൾ ഈ വെണ്ടയ്ക്ക ഇടുകയാണ്. വെണ്ടയ്ക്ക ഇട്ട് ഇനി കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം. ഇനി അടച്ചൊന്നും വെക്കില്ല കേട്ടോ. ഇനി വെണ്ടയ്ക്കയ്ക്ക് അധികം വേവില്ല, അല്ലെങ്കിൽ വേണമെങ്കിൽ ഒരു സ്റ്റീം വരുത്തണമെങ്കിൽ വരുത്താം. എന്നാൽ ഞാനൊരു സ്റ്റീം വരുത്താം കേട്ടോ. കുറച്ചുകൂടി വെള്ളം ഒഴിക്കട്ടെ. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് നമുക്കൊരു സ്റ്റീം വരുത്താം. അപ്പോൾ നമുക്കിതേ സ്റ്റീമൊക്കെ പോയിട്ടുണ്ട്. ഇത് തുറന്ന് നോക്കാം സാമ്പാർ എങ്ങനെയുണ്ട്. സാമ്പാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെണ്ടയ്ക്കൊന്നും അധികം വെന്തിട്ടൊന്നുമില്ല. ഒറ്റ സ്റ്റീമേ വരുത്തിയുള്ളൂ കേട്ടോ ഞാൻ വെണ്ടയ്ക്ക ഇട്ടിട്ട്. അപ്പോൾ നമുക്കിത് വാങ്ങി വെച്ചിട്ട് കടുക് വറക്കാം. ചീനച്ചട്ടി ചൂടൊക്കെ വെള്ളമൊക്കെ മാറി ഞാൻ വെളിച്ചെണ്ണ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ 2 എണ്ണത്തിന് കടുക് വറക്കാണ്ട് എനിക്ക്. ചട്നിക്കും വേണം. ചട്നിക്ക് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. ഇരിക്കുന്നതാണ് ഈ ചട്നിക്ക് അരച്ചതാണ് കേട്ടോ. ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ടു. കറിവേപ്പില ഇടാം. കറിവേപ്പില കഴുകിയൊക്കെ റെഡിയാക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തു. നമുക്കിത് കുറച്ച് ഇതിലേക്ക് ചട്നിക്കാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ.
ബാക്കി ഇതാ നമുക്ക് സാമ്പാറിന് കിട്ടും. അപ്പോൾ നെയ്യപ്പം തിന്നാൽ രണ്ടുണ്ട് കാര്യം എന്ന് പറയില്ല. അതേമാതിരി ഞാൻ ചട്നിക്കും വറുത്തു ഇട്ടു. ചട്നിയുടെ കാര്യം കഴിഞ്ഞു, സാമ്പാറിൻ്റെ കാര്യം കഴിഞ്ഞു. സാമ്പാറിൻ്റെ കാര്യം കഴിഞ്ഞതാ. സാമ്പാർ റെഡി. ഇനി ദോശ ഉണ്ടാക്കണം. ദോശ ഉണ്ടാക്കാൻ പോവാം കേട്ടോ. ഒരു കയ്യിൽ എനിക്ക് ഒത്തിരി പരത്താൻ ബുദ്ധിമുട്ടുണ്ട്. കുമാരി വാ, എത്ര മടി. വന്നു. അതാ എൻ്റെ ദോശ, ചട്നി, തട്ടിലെ കുട്ടി ദോശയുണ്ട്, നെയ് റോസ്റ്റ് ഉണ്ട്, പിന്നെ ഇതാ സാമ്പാർ. അപ്പം നമുക്ക് കഴിച്ചാലോ? സാമ്പാർ ഒത്തിരി കട്ടി കൂടിയാ. ഇതിനുള്ളിൽ ചൂടുവെള്ളം ഒഴിക്കണം. ചേട്ടൻ എടുത്തോളൂ കേട്ടോ. ഞാനിതൊന്ന് ടേസ്റ്റ് നോക്കട്ടെ. ചട്നിയൊക്കെ എടുത്തോളൂ. അപ്പം ഞാൻ ഒന്ന് ടേസ്റ്റ് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാനിതാ കഴിക്കുന്നു. ചേട്ടൻ കഴിച്ചോളൂ. അടിപൊളി സാമ്പാർ നന്നായിട്ടുണ്ട്. പിന്നെ ചട്നി അടിപൊളി. ചട്നിയിൽ ഞാൻ പച്ചമുളകും ചെറിയൊരു ഉള്ളിയും മാത്രമേ അരച്ചിട്ടുള്ളൂ കേട്ടോ. ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂട്ടിയാണ് അരച്ചത്. അടിപൊളി. സാമ്പാർ അടിപൊളി, ചട്നി അടിപൊളി, നല്ല ടേസ്റ്റാണ്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. എത്ര നിന്നാലും മതിയാവുകയില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്.